ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. ഏർലി മോർണിംഗ് ആണ്. ഞാനൊരു 4 മണിയായപ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഈ വീട് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മളെപ്പോഴും ബൂസോനെ കെട്ടിയിടാറുള്ളത്. ബൂസോ എൻ്റെ വീട്ടിലെ പട്ടിയാണ്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചുള്ളപ്പോൾ ഉണ്ടല്ലോ അത് ഉറക്കം എന്നൊരു സാധനം നമുക്ക് തോന്നിക്കാറ് പോലുമില്ല. ഒരു +2 ശേഷം ഞാനും സച്ചും ഹോസ്റ്റലിലൊക്കെ പോയി. പിന്നെ അവിടുന്ന് ജോലി, കല്യാണം, അങ്ങനെയൊക്കെ പിന്നെ സ്ഥിരമായുള്ളൊരു വീട്ടിൽ നിൽപ്പൊന്നും പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ച് സമയം അങ്ങനെ കിട്ടാറേ ഇല്ല. അപ്പോൾ ആ കിട്ടുന്ന അവസരങ്ങളിൽ നമുക്ക് പലപ്പോഴും ഉറക്കം തന്നെ ഉണ്ടാവാറില്ല കേട്ടോ. എൻ്റെ സച്ചുവിൻ്റെ ലൈഫിൽ ഞങ്ങൾ എത്ര ബിസി ആണെങ്കിലും എല്ലാ ദിവസവും ഒരു കോൾ അല്ലെങ്കിൽ എപ്പോൾ ടൈം കിട്ടിയാലും ഉള്ളൊരു ഓടി വരവ് ഇതൊന്നും ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ്. ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുള്ളത് എത്ര അടിപൊളിയാണെന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അമ്മയോട് പോലും പറയാത്ത, ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് അനിയത്തിയോടോ ചേച്ചിയോടോ ഒക്കെ പറയാൻ പറ്റും. നമുക്ക് എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ സിസ്റ്റർ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, കുറേ നാളിലെ ആലോചനയ്ക്ക് ശേഷം നമ്മളിന്ന് ഒരു കാർ ഡെലിവറി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റേതായ ഒരു കംപ്ലീറ്റ് എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ആദി. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ തന്നെ മമ്മി സച്ചും കൂടി രാവിലത്തെ ബഹളമൊക്കെ തുടങ്ങി കേട്ടോ. അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനും തേടാനും ഒക്കെ ഉണ്ടാവും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ആദ്യം റെഡിയാക്കണം, ഒരുക്കണം എന്നൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ ഒരുവിധം അവൻ തന്നെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതും ഇല്ലെന്നായി. സേലമുള്ള മഹേന്ദ്ര ഷോറൂമിലേക്കാണ് ഇന്ന് നമ്മൾക്ക് പോകേണ്ടത്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്കാണ് അവർ കാർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയായി വീടൊക്കെ പൂട്ടി പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മൾ ന്യൂ കാർ എടുക്കാനായിട്ട് പോണത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. ഞാനൊരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴേക്കുമാണ് ഷോറൂം എത്തിയത് കേട്ടോ. ഇന്നലെ രാത്രി ഇങ്ങനെ കാര്യമായിട്ടുള്ള ഉറക്കമൊന്നും നടന്നില്ല. വീട്ടിലെത്തിയിട്ടാണെങ്കിൽ ഉറങ്ങിയിട്ടേ ഇല്ല. ബസ്സിലാണെങ്കിൽ കുലുക്കം കാരണം എനിക്ക് ഉറക്കം അത്ര ശരിയാവാറില്ല കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഷോറൂമിലേക്ക് പോകാനായിട്ട്. കാര്യമായിട്ട് രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു കേട്ടോ. ഒരു കാർ വാങ്ങൽ ഇത്ര എക്സൈറ്റഡ് ഉള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ സച്ചുവിനെ സംബന്ധിച്ച് അതിന് എന്നൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ അധികം ആലോചിച്ച് കുറേ ഡിസ്കസ് ചെയ്തൊക്കെയാണ് ഫൈനലി ഇങ്ങനൊരു ഇലക്ട്രിക് കാർ നമുക്ക് വീട്ടിലേക്ക് എടുക്കണം എന്ന് തന്നെ ഡിസിഷനിലേക്ക് എത്തിയത്. ഇതങ്ങനെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കാറൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അച്ചീവ്മെൻറ്റ്സിനും നമ്മൾ മാക്സിമം സന്തോഷം കണ്ടെത്താറുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സൈക്കിൾ മാത്രമായിരുന്നേ. അത് പപ്പയ്ക്കായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ മിക്ക കുട്ടികളുടെയും പേരൻസൊക്കെ ബൈക്കിലും കാറിലൊക്കെ കൊണ്ടുവിടുന്നത് കണ്ട് നോക്കി നിന്നതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മ വരുന്നുണ്ട്. പിന്നെ അന്ന് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു നീണ്ട ഇറക്കമായിരുന്നു കേട്ടോ. ആദ്യം ആ റോഡ് ശരിയാക്കിയാലേ ബൈക്ക് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അതിനിടയിൽ ഇതൊന്നും പറ്റിയിരുന്നില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ലൈഫിൽ എപ്പോഴും സ്വന്തമായി ഒരു ജോബ് വാങ്ങി ആരെയും ഹെൽപ്പില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ പേരൻസ് തന്നെയാണ് കേട്ടോ. അതൊരിക്കലും ഒരു തെറ്റായ തീരുമാനമാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പപ്പയുടെയും മമ്മിയുടെയും ഡിസിഷൻസും അന്നും ഇന്നും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോൾ റീസൺ അത് തന്നെയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് സംസാരിക്കുന്നത് എപ്പോഴും എൻ്റെ പേരൻസിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ഓരോ ഡിസിഷനിലും ഓരോ കാര്യങ്ങളിലും ഞങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും ഒപ്പീനിയനൊക്കെ അവരെടുത്തിരുന്നു. ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിലും ഈ സെൽഫ് ലവും ഇപ്പോൾ പറയുന്ന ഇൻഡിപെൻഡൻസും ഒക്കെ ഞാൻ കൂടുതൽ പഠിച്ചത് എൻ്റെ പേരൻസിൽ നിന്ന് തന്നെയാണ്. അവർക്ക് കിട്ടാതിരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു കംപ്ലീറ്റ് ലൈഫ് ഉണ്ടല്ലോ ഇന്നും ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന് ഒരുപാട് പങ്കുവയ്ക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴൊക്കെ സച്ചുവും ആദ്യം ഓരോ കാര്യങ്ങളിലും സ്വയം പ്രാപ്തനാക്കാൻ ശ്രമിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഫിനാൻഷ്യലി, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡഡ് ആകരുത് എന്ന പോലെ അവൾ ഓരോ കാര്യങ്ങളിലും ആദിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അച്ചീവ്മെൻറ്റ്സും കഥകളും ഒക്കെ പറഞ്ഞ് നേരെ അങ്ങോട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇന്ന് വന്ന കാര്യം ദേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മഹേന്ദ്ര BE60 PAC 3 എന്നൊരു കാറാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. കളറും സെറ്റിങ്സും പരിപാടികളും എല്ലാം അറേഞ്ച് ചെയ്തത് സച്ച് തന്നെയാണ്. ഞാൻ ഈ കാര്യം അവളോട്ട് ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാർ തന്നെ ഫൈനലൈസ് ചെയ്തോ, എന്നിത് വാങ്ങും, എന്നാണിത് പ്ലാന്, ഇമാതിരി കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് അവളുടെ മാത്രം ഡിസിഷനായിരുന്നു. അവളുടെ ഒരു സർപ്രൈസ് ഉണ്ട്, ഇങ്ങോട്ടേക്ക്
പോരുമെന്ന് പറയുമ്പോഴാണ് ഞാൻ ഇന്നാണ് കാർ ഡെലിവറി ചെയ്യുന്നതെന്ന് പോലും അറിയുന്നത്. പക്ഷേ എന്തായാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തലേ ദിവസം ഇവൾ പിക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ രാത്രി തന്നെ നമ്മളിത് നൈസായിട്ട് പൊക്കി. അതുകൊണ്ട് രാവിലെ ആയപ്പോഴേക്കും ഈ സർപ്രൈസൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും വണ്ടിയൊക്കെ എടുക്കാൻ വരുമ്പം നമ്മുടേതായ ഒരു ട്രഡീഷനിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രഡീഷനും ഓരോരോ രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാറിന് മാലയൊക്കെ ഇട്ട് പൂജയൊക്കെ കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ ഇതേ ഈ കാറ് കൈപ്പറ്റിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ അധികം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. കാരണം എൻ്റെ ഫ്രണ്ടിനൊരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണാൻ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വണ്ടി മേടിക്കുകയാണെങ്കിൽ ഈ വണ്ടി വാങ്ങണമെന്നുള്ളതും ഈ കളർ തന്നെ ചൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് സച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ദിവസമായിരുന്നേ. ഇനി നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരുപാടും എല്ലാവർക്കും അറിയാമായിരിക്കും, കുറേ അധികം സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഓരോ കാറ് മേടിക്കുമ്പോഴും ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ആദ്യം കുറേ സമയമായിട്ടിരുന്ന് അവന് ബോറടിക്കുന്നുണ്ടായിരുന്നേ. കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അതും ചെയ്യാനായിട്ട്. ഞാൻ ഈ പരിപാടി എന്താണെന്ന് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് രണ്ടുപേരും ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തന്നത്. പിന്നെ സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള ആളും ബഹളമൊന്നും റോഡിലും ഷോറൂമിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അവരൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു കേട്ടോ. ഞാൻ കുറേ സമയം കേട്ടിരുന്നു. സച്ചുവിന് കുറേ കഴിഞ്ഞപ്പോഴേക്കും ബോർഡർ അടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അവൾ കാര്യമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് യൂട്യൂബ് കാണാം എന്ന് മാത്രമാണ് കുറേ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായത്. പുള്ളി കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇതിനകത്തൊരു ഇൻബിൽഡ് സിം ഉണ്ടെന്നും അതിനകത്ത് നമുക്ക് വൈഫൈ ഉണ്ടെന്നും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നെ കേട്ടോ. ആദ്യമാണെങ്കിൽ ഓരോ കാര്യങ്ങളും കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ പോണത് അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടേതായ രീതിയിലുള്ളൊരു ട്രഡീഷനാണ് കേട്ടോ. നമ്മൾ എപ്പോൾ വണ്ടി എടുത്താലും നേരെ കൊണ്ടുപോയി പൂജിക്കാറാണ് പതിവുള്ളത്. എന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാറ്. ആദ്യമൊക്കെയായിരുന്നു വണ്ടി എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അവന് ഈ ബാക്ക് സൈഡിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കാനൊക്കെ ഇപ്പോഴാണ് കേട്ടോ പഠിച്ചു തുടങ്ങുന്നത്. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ആ ചൈൽഡ് സീറ്റിലാണ് കൂടുതലും ഇരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവൻ എത്ര പെട്ടെന്ന് വലുതായി എന്ന് ഞാൻ ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു. ഇനി നമ്മൾ സ്ഥിരം വരാനുള്ള ഒരു അമ്പലമുണ്ട്. അത് സേലത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു അമ്പലമാണ്. നട്ടുച്ചയാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിൽ എന്തോ ഒരു പ്രത്യേക പൂജ നടക്കുന്ന കാരണം കുറേ അധികം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാറ് പൂജിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോഴേക്കും ഞാനും മമ്മിയും സച്ചും കൂടി അവിടെ മൊത്തത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി കുറേ സമയം അവിടെ ഇരുന്ന് കേട്ടോ. ഏതോ ഒരു മലയുടെ മേളിലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും എല്ലാവരും പോകാറുണ്ട്. ഈ പൂജയൊക്കെ കഴിഞ്ഞ് അന്നപ്രസാദമൊക്കെ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് കുറേ അധികം നാളുകളായി. ഒന്നിനും അങ്ങോട്ട് ഓടിപ്പോകാനുള്ള സമയവും സൗകര്യം ഒന്നും കിട്ടാറില്ല. വീട്ടിലുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യാറ്. നമ്മുടെ കൂടാതെ തന്നെ കുറേ അധികം വണ്ടി അവിടെ പൂജയ്ക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ തിരുമേനി വന്ന് ആദ്യം തന്നെ ഒരു ലോറിയൊക്കെ പൂജിച്ചതിന് ശേഷമാണ് നമ്മുടെ വണ്ടി വന്ന് പൂജിച്ചിട്ടുണ്ടായിരുന്നത്. പുരിഞ്ഞ ചൂടായിരുന്നേ ആ സമയമായപ്പോഴേക്കും. ഞാനും സച്ചു ആദ്യം കൂടെ അവിടെ തുള്ളി കളിക്കുകയായിരുന്നു. കാരണം കാല് വെച്ചിട്ട് തറയിൽ പോലും ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ അതിനിടയ്ക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് കുറേ അധികം കടയിലൊക്കെ കയറി. അവന് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിംഗ് പരിപാടിക്കൊന്നും ഒട്ടും സമയം കിട്ടാറില്ല കേട്ടോ. പ്രത്യേകിച്ച് നമുക്കിപ്പം മെയ്ഡില്ലാത്തൊരു സമയമായതുകൊണ്ട്. പണ്ട് നമുക്കിവിടെ വരുമ്പോൾ സ്ഥിരമായിട്ടൊരു മെയ്ഡ് ആൻറ്റി വരുമായിരുന്നേ. പുള്ളിക്കാരിക്ക് ഇപ്പം സുഖമില്ലാതെ കിടക്കുന്ന കാരണം കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ തന്നെ പറ്റാറില്ല. എല്ലാ പ്രാവശ്യവും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വെജ് താലി മീൽസ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. പണ്ട് മുതലേ ഉള്ളൊരു ശീലമായിരുന്നു അത്. അങ്ങനെ അതേപോലെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഈ കേരളത്തിലായിരിക്കുമ്പോൾ നോൺ വെജ് കഴിച്ച് കുറച്ച് ദിവസം വെജ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ആദ്യമൊക്കെയാണെങ്കിൽ ഈ മീൽസിനോട് തീരെ താല്പര്യമില്ല. അവൻ കൂടുതലും വെജ് ബിരിയാണിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഓർഡർ ചെയ്യാറുള്ളത്. അവസാനം ഞാനും സച്ചും കൂടെ നൈസായിട്ട് മീൽസൊക്കെ ഒഴിവാക്കി അവൻ്റെ ബിരിയാണി കഴിക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് ഞാനും സച്ചു അവൻ്റെ പാത്രത്തിൽ കൈയിടാൻ പോകുമ്പോൾ തന്നെ അവൻ്റെ ഒരു പ്രത്യേക നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവനറിയാം അവസാനം അവൻ്റെ ഫുഡൊക്കെ ഞങ്ങൾ തന്നെ തിന്നു തീർക്കുമെന്ന്. ഒരു പ്രത്യേക തരം മമ്മിയാണ് എൻ്റെ അനിയത്തി. പിന്നെ ഇന്നലെ കാര്യമായിട്ട് അങ്ങോട്ട് ഉറക്കമൊന്നും കിട്ടാത്തതുകൊണ്ടും പിന്നെ നമ്മൾ രാവിലെ എഴുന്നിട്ട് ട്രാവലിംഗ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം ടയർഡായിരുന്നു. നമ്മൾ നേരെ വണ്ടി ഓടിച്ച് വീട്ടിൽ
വീട്ടിലാണ് എത്തിയേക്കുന്നത്. നമുക്ക് ഈവനിങ് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി പുറത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നടക്കുന്ന ആദ്യത്തെ അടി ഇനി ആ മഹേന്ദ്രയുടെ കിട്ടിയ പെട്ടിക്കകത്ത് എന്തൊക്കെയുണ്ട്, അത് ആർക്കൊക്കെ സ്വന്തം എന്നുള്ളത് ഒന്ന് തീരുമാനത്തിലെത്തേണ്ട ആവശ്യമുണ്ട്. സച്ചുവാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പൂട്ട് തുറക്കൽ വിദഗ്ധ. കാരണം അവിടെ ഒരു 5-6 പൂട്ട് തുറന്നാലാണ് നമുക്ക് ബെഡ്റൂമിൽ എത്താൻ പറ്റുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഈ പെട്ടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ. മെയിൻലി സ്പ്രേ, കപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടേ ഈവനിങ് നമ്മൾ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നൈറ്റിൽ ഇതിൽ പ്രത്യേകതരം മോഡ്സ് ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. പിന്നെ ഇതിനൊരു പനോറമിക് സൺറൂഫ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റ് തെളിയിച്ച് കാണണം. പിന്നെ അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ നമുക്കൊരു ട്രിപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഷോപ്പിംഗ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്കിതിൻ്റെ ലൈറ്റിങ്ങും മൂഡും വൈബും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് AR റഹ്മാൻ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറേ മൂഡ്സൊക്കെ സെറ്റ് ചെയ്യുന്ന പാട്ടൊക്കെ ഉണ്ട്. കുറേ വൈബായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനിയൊന്ന് പഠിച്ചു വരണം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു റൂഫിങ്ങും പിന്നെ ഇതിനൊരു ഗ്രൂ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അത് നമുക്ക് നൈറ്റിൽ പാർട്ടിയൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി എവിടെയെങ്കിലും ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവരെ ബൈ.